ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ശ്രീ മഞ്ഞുകാല പുളിമുക്ക് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വഴിപാടാണിത്. ഉദ്ദിഷ്ടകാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നെയ്വിളക്കാണ് ഇവിടെ. 21 ആഴ്ച വന്നിട്ട് മുടങ്ങാതെ നെയ്വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ, ഒരു വിളക്ക് ഒരു ദിവസം വെച്ചിട്ട് 21 ദിവസം വന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ഏത് നടക്കാത്ത കാര്യവും നടക്കുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇത് കൊല്ലം ജില്ലയിൽ മഞ്ഞുകാല പുളിമുക്കെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത്. മഹാലക്ഷ്മി ക്ഷേത്രമാണ്. കേരളത്തിലാകെ 3 ക്ഷേത്രങ്ങളേ ഉള്ളൂ. അതിലൊന്നിതാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചാൽ കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഒക്കെ വന്നിട്ടൊക്കെ ഇരിക്കുന്നതാണിത്. അമ്പലത്തിലെ പൂജാ സാധനങ്ങളൊക്കെയാണിത്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. പട്ട്, ഉടയാട, അന്നദാനമാണ് വഴിപാട് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെയുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇത് കണ്ടോ. വെളുപ്പിന് 4 മണിക്ക് തുടങ്ങുന്നതാണ്. രാവിലെ 10:30 വരെയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. അപ്പോഴും ഇതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ വഴിപാട്. ഈ വഴിപാട് നടത്തും. ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ വഴിപാട്. അപ്പോൾ അതാണ് ഇത് കണ്ടോ. അപ്പോൾ ഇത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ മഞ്ഞുകാല പുളിമുക്ക് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. ഇവിടെ ഒരുപാട് ഒരു ദിവസം രാവിലെ തന്നെ ഒരു 2000-2500 ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഈ വഴിപാട് നടത്തിപ്പോകുന്നുണ്ട്. രാവിലത്തെ തന്നെ ഒരുപാട് വിളക്കുകളാണ്. ഒരു വിളക്കിന് 10 രൂപയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത്. അപ്പോൾ നിങ്ങളെ കൂടെ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ വിളക്കും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതും ഇതൊക്കെയാണ് ഇത്. ഹായ്, ഹലോ, പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങളിലൂടെ കണ്ടോ. എല്ലാവരും ഇത് കണ്ടിട്ട് ഇവിടെ വരിക, അമ്പലത്തിൽ വരിക കേട്ടോ. ഉദ്ദിഷ്ടകാര്യങ്ങളൊക്കെ നടക്കും. എല്ലാവരും ഉണ്ടോ. ആളുകളൊക്കെ ഇപ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് 9:30 ആയില്ലേ. 10:30 വരെയുണ്ട് ഇവിടെ. ഇവിടുത്തെ ഇതാണ്. അന്നദാന വഴിപാടുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട് ഇവിടെ. മഞ്ഞുകാല ശ്രീ പുളിമുക്ക് മഹാലക്ഷ്മി ക്ഷേത്രം കേട്ടോ. ഇതാണ്. പൂജമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കണ്ടോ. ഇതാണ്. അപ്പം നിങ്ങളെ എല്ലാവരെയും കൂടി ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ വന്ന ക്ഷേത്രമല്ലേ, അതുകൊണ്ട്. വലിയൊരു ആൽമരം നിൽപ്പുണ്ട്. ഭയങ്കര വലിപ്പത്തിലുള്ള ഒരു ആൽമരമാണ്. അത് കാണിക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ കണ്ടോ. ഒരു വൃക്ഷരാജാവാണ് കേട്ടോ. ഭയങ്കര ഒരു 10 പേര് ഒന്നിച്ച് കൈകോർത്ത് നിന്ന് പിടിച്ചാൽ കിട്ടില്ല. അതേ വലിപ്പത്തിലുള്ള ഒരു ആൽമരമാണിത്. കാണിക്ക വഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് മഞ്ഞുകാല അമ്പലം. ചെറുതാണെങ്കിലും ഭയങ്കര പ്രസിദ്ധമായ ഭയങ്കര ശക്തിയുള്ളൊരമ്പലമാണ് കേട്ടോ. അവിടാണ് അന്നദാനം കൊടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കണ്ട് വരാൻ പറ്റുന്നവരൊക്കെ വരിക. വന്നിട്ട് കണ്ട് ഈ വിളക്കുകൾ കത്തിക്കുക കണ്ടോ. ഇതാണ് 2 സൈഡിലും ദേവിയുടെ മുന്നിൽ ഈ വിളക്കുമായിട്ട് 4 പ്രാവശ്യം അമ്പലത്തിന് വലം വെച്ച് കൊണ്ടുവന്നിട്ടാണ് ഇത് വെക്കുന്നത്. നടക്കാത്ത എന്ത് കാര്യങ്ങളും നടക്കുമെന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് കേട്ടോ. ഇത് ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് എനിക്കൊന്ന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നാണ് അന്ന് സാധിച്ചത്. ഇന്നാണ് അമ്മ അനുഗ്രഹം തന്നത്, അമ്മയെ വന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഉള്ള ഇതാണ്. ഇപ്പം കണ്ടോ വിളക്കുകൾ.
ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഹായ്, ടാറ്റാ, ബൈ.